بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ റബ്ബ് ഏൽപ്പിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള അവൻ്റെ എളിയ ദാസന്മാരായ നമുക്ക് സൃഷ്ടി എന്ന നിലയിൽ പരിമിതമായ രീതിയിൽ ജീവിച്ചു തീർക്കാനേ കഴിയും. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവർ ജീവിതം കൊണ്ട് അത്ഭുതം തീർത്തവരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രവാഹം തീർക്കുന്ന സ്മരണയുടെ മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആണ് അതെന്ന് ആ മുഖങ്ങളില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ സൃഷ്ടാവിൽ നിന്നും സൃഷ്ടി അനുഭവിച്ച പരീക്ഷണങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നതിൻ്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണമാണ്. ഖുർആൻ പറയുന്നുണ്ട്, وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قَالَ وَمِنْ ذُرِّيَّتِي قَالَ لَا يَنَالُ عَهْدِ الظَّالِمِينَ സൂറത്തുൽ ബഖറ. അള്ളാഹു പറയാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ റബ്ബ് പരീക്ഷിച്ചു. ബികലിമാത്ത്, ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, അല്ല പരീക്ഷിച്ചതിൽ മഹാനവറുകൾ എങ്ങനെ വിജയിച്ചു? പരിപൂർണമായി വിജയിച്ചു. അങ്ങനെ വിജയിക്കൽ സാധ്യമല്ല. അള്ളാഹു എങ്ങനെയൊക്കെ പരീക്ഷിച്ചോ അവിടെ പരിപൂർണമായി വിജയിക്കുക എന്നത് സാധ്യമല്ല. അത് വളരെ വിരളം, ചില ആളുകളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള അത്ഭുതമാണ്. ആ അത്ഭുതത്തിന്റെ പ്രതീകമാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു ഒരുപാട് പരീക്ഷിച്ചു. 40 വയസ്സാകുന്നതിന് മുമ്പ് തീക്കുണ്ടാരത്തിൽ പോയത് ഒരു വലിയ പരീക്ഷണമായിരുന്നു. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് 40 അല്ലെങ്കിൽ 50 വർഷം ആ തീക്കുണ്ടാരത്തിൽ മഹാനവറുകൾ 40-50 ദിവസം ആ തീക്കുണ്ടാരത്തിൽ മഹാനവറുകൾ കഴിയേണ്ടി വന്നു എന്നാണ്. 40-50 ദിവസം തീക്കുണ്ടാരത്തിൽ കഴിയേണ്ടി വന്നു. പക്ഷേ മഹാനവറുകളെ കെട്ടി വലഞ്ഞു വെച്ച ആ കയറുകളല്ലാതെ മറ്റൊന്നും ആ ശരീരത്തിൽ കരിച്ചൽ ബാധിക്കാത്ത രീതിയിൽ, തീ തൊടാത്ത രീതിയിൽ മഹാനവറുകൾ സുഖമായി ആ 200 വയസ്സ് കാലഘട്ടത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വിശ്രമം കിട്ടിയ ഒരു അവസരം എന്നത് ഈ തീക്കുണ്ടാരത്തിന്റെ അകത്തളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ജീവിതമായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ശല്യമല്ലാതെ അവിടെ നിശ്ചയദാർഢ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി ഇബ്രാഹിമി ജീവിതം നിലകൊള്ളുമ്പോൾ പൊന്നുമോനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത അകലേന്ന് അറിഞ്ഞ് ഓടിക്കതച്ചു വന്ന ഉമ്മ, ഇബ്രാഹിം നബിയുടെ ഉമ്മ ഉമൈല റളിയല്ലാഹു അൻഹാ, ഈ തീക്കുണ്ടാരത്തിന്റെ പുറത്ത് വന്ന് നിൽക്കാം. മകൻ വിളിച്ചു ഉമ്മയെ അകത്തേക്ക്. സമനില തെറ്റി തീക്കുണ്ടാരത്തിലേക്ക് ഉമ്മയെ എടുത്തു ചാടി. ആ മകന്റെ വിളിയുടെ ശക്തി, ആ മകൻ വിളിച്ചോടത്തേക്ക് ഉമ്മ മകനെപ്പോലെ തന്നെ യാതൊരുവിധ തീയിന്റെ പൊള്ളലോ ചൂടോ വാട്ടമോ ഒന്നും സംഭവിക്കാതെ അവിടെ എത്തി മകന്റെ കൂടെ 3 ദിവസം ഉണ്ടായിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ മകന്റെ കൂടെ കുറെ സമയമുണ്ടായിരുന്നുവെന്ന്.
തീ തണുപ്പും സംരക്ഷണവുമായി മാറിയ ആ അത്ഭുതമായി പറയുന്നുവെങ്കിലും ആ ജീവിതം അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ത്യാഗം തന്നെയാണ്. ഏത് ത്യാഗത്തിലെത്തിയാലും ഏത് പരീക്ഷണത്തിലെത്തിയാലും ഖലീലുല്ലാഹി തങ്ങളുടെ മാർക്ക് ഫഅത്തമ്മഹുന്ന പരിപൂർണ മാർക്കായിരുന്നു എന്ന് ഖുർആൻ. അതിലും വലിയ എന്നല്ല, ചരിത്രത്തിൽ അത്രത്തോളം വലിയ ഒരു പരീക്ഷണം ഇല്ല എന്ന് പറയാം വിധം ഒരു വലിയ പരീക്ഷണമായിരുന്നു മകനെ അറുക്കുക എന്ന പരീക്ഷണം. ആ പരീക്ഷണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ എന്ന വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു എന്നാണ്. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു. അത് ഓർക്കുന്ന നാളുകളാണിത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സരണിയിൽ ചേരണമെന്നത് നബിയോട് വഹയി മുഖേന അള്ളാഹു നിർദ്ദേശിച്ചതാണ്. സൃഷ്ടിശ്രേഷ്ഠർ ഈ സരണിയിൽ ചേരണമെങ്കിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അത്രത്തോളം ആദരണീയ വ്യക്തിപ്രഭാവമാണ് എന്നത് ചുരുക്കം. പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെയുള്ള ചില ജീവിതങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സൂറത്ത് തൗബ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ. മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹു വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു. അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും അല്ലാഹു വില കൊടുത്തു വാങ്ങി. അല്ലാഹു തരുന്ന വില എന്തോ അല്ലാഹു അറിയാം. അങ്ങനെ വിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മെ അള്ളാഹുവിന് വിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ചില മുഅ്മിനീങ്ങളെ അള്ളാഹു അങ്ങനെ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെന്ന് ഖുർആൻ. അതിൽപ്പെട്ട ഏറ്റവും വലിയ വിലയുള്ള മുതലാണ് സയ്യിദുനാ ഇബ്രാഹിം. ഇനി കേട്ടോളൂ മറ്റൊരായത്ത്, സൂറത്തുൽ ബഖറ, വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ബിത്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ജനങ്ങളിൽ ചിലരുണ്ട് അവരുടെ ശരീരത്തെ അള്ളാന്റെ പൊരുത്തം ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് വിറ്റിട്ടുണ്ട്. ഒരവകാശം വിറ്റ മുതലിൽ പിന്നെ ഇല്ല. അങ്ങനെ ചില ആളുകളും ജനങ്ങളിലുണ്ട്. മാദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന فيضاعفه له أضعافا كثيرا والله يقبض ويبسط وإليه ترجعون. ജനങ്ങളിൽ പിന്നെയും കുറെ ആളുകളെ കാണാം, അവർ അള്ളാഹുവിന് കടം കൊടുത്തു. കടം വാങ്ങുന്നവൻ അള്ളയാണ്. കടം കൊടുത്തത് നല്ലൊരു കൊടുക്കലാ കൊടുത്തത്. ഇനി അള്ള കടം വീട്ടൽ നല്ലൊരു വീട്ടലായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കുറെ ആളുകൾ ജനങ്ങളിൽ ഉണ്ട്. അങ്ങനെ പറയുന്നിടത്ത് സയ്യിദുനാ ഇബ്രാഹിം, അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്. അള്ളാഹുവിന് വലിയ ഇഷ്ടം. റബ്ബിന്റെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവന്റെ ദൂതനെ പറഞ്ഞയച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കില്ല എന്നാണ്. ആ വീടിന് 4 പൂമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപോലെ ഇരിക്കുന്ന പൂമുഖം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട് വെച്ചത് ഒരേപോലെയുള്ള 4 റോഡുകൾ വരുന്നതിന്റെ ഒരു ജംഗ്ഷനിന്റെ കറക്റ്റ് സെന്ററിലായിരുന്നു. എന്ന് പറഞ്ഞാൽ 4 വഴിയിലൂടെയും ആളുകൾക്ക് വന്നാൽ ഇതാണ് ആ വീടിന്റെ മുൻവശം എന്ന് തോന്നാവുന്ന രീതിയിൽ 4 പൂമുഖങ്ങളുള്ള വീട്. ഈ 4 പൂമുഖമുള്ള വീട്ടിൽ ഇബ്രാഹിം നബി വിരുന്നൊരുക്കും എല്ലാ ദിവസം. മഹാനവറുകളുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് തന്നെ കാന അബൽലിഫാൻ എന്നാണ്, വിരുന്നു കൊടുത്തവരുടെ പിതാവെന്ന. അത്രയും വലിയ വിരുന്ന് സൽക്കാര പ്രിയനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. സാന്ദർഭികമായി പറയാം, ഒരു വിരുന്നുകാരൻ ഒരു വീട്ടിൽ ഒരു നേരം ഭക്ഷണത്തിനുണ്ട് എങ്കിൽ ആ നേരത്തെ ഭക്ഷണത്തിന്റെ ഹിസാബ് അള്ളാഹു ഒഴിവാക്കുമെന്ന് ഉക്കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫ. അള്ളാഹുവിന്റെ മന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടോ, നിന്റെ വിരുന്നുകാരനെ നീ ബഹുമാനിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിരുന്നുകാരന് വേണ്ടി ഇറച്ചി ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ജീവനുള്ള ഒരു മൃഗത്തെ അറുത്താണ് അവൻ വിരുന്ന് സൽക്കരിക്കുന്നത്. ഉദാഹരണം, ഒരു കോഴിയെ. എന്നാൽ ആ മാംസത്തിന്റെ തൂക്കം പോലെ വിരുന്ന് സൽക്കരിച്ച വീട്ടുകാരാ, നിന്റെ ശരീരത്തിൽ നിന്നും നരകത്തിന്റെ വിറക് കൊള്ളിയാവേണ്ടിയിരുന്ന മാംസത്തെ അള്ളാഹു ഈ തൂക്കത്തിന്റെ കണക്കനുസരിച്ച് മോചിപ്പിക്കും എന്ന് പുണ്യ നബി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിരുന്നിന്റെ കാര്യത്തിൽ വല്ലാത്ത ആവേശവും ആഘോഷവുമായിരുന്നു ഇബ്രാഹിം. ഒരു ദിവസം ഇങ്ങനെ വിരുന്നുകാരനെ തേടി ഇങ്ങനെ നടക്കാം. ഏറെ വൈകി, ആരെയും കിട്ടിയില്ല, നിരാശനായി വീട്ടിലേക്ക് വരാം. ഒരു ഹദീസ് കേട്ടോളൂ. സൂറത്തുൻ നിസാഇന്റെ 127-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, عن عبيد بن عمير قال كان إبراهيم عليه السلام يضيف الناس. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിരുന്ന് സൽക്കരിക്കുന്ന പതിവിൽ ഫയഖ്റുജു യൗമൻ അൽതമിസ് ഇൻസാനൻ യുദീഫുഹു ഫലം യജിദ് അഹദൻ യുദീഫുഹു. ആരെങ്കിലും ഇന്ന് ഈ നേരം ഭക്ഷണത്തിനുണ്ടാകുമോ എന്ന് തിരക്കി അന്വേഷിച്ചു നടന്നു. പക്ഷെ അന്വേഷണത്തിൽ ആരെയും കിട്ടാതെ നിരാശനായി വീട്ടിലേക്ക് വന്നു. ഫറജഅ ഇലാ ദാരിഹി, വീട്ടിലേക്ക് മടങ്ങി വന്ന് നിരാശനായി. വീട് അടച്ചിട്ടിട്ടാ പോയത്. ഫവജദ ഫീഹാ റജുലൻ ഖായിമാ. അങ്ങനെ അടച്ചിട്ട വീട് തുറന്ന് വീടിന്റെ അകത്തേക്ക് കയറിയപ്പോ വീടിന്റെ അകത്ത് ഒരാൾ എഴുന്നേറ്റ് നിൽക്കാ. ഒരാള് വീട്ടിലുണ്ട്. അടച്ചിട്ട് പോയ വീട് തുറന്ന് ഒരാൾ വീട്ടിലുണ്ട്. സയ്യിദനാ ഇബ്രാഹിം ആരോട് ചോദിച്ചു, യാ ഇബ്ദല്ലാഹ് മാ അദ്ഖലക ദാരി ബിഗൈരി ഇദ്നി, എന്റെ സമ്മതമില്ലാതെ എന്റെ വീട്ടിൽ കയറാൻ നിനക്ക് എന്താ കാര്യം ഉണ്ടായത് എന്ന് സയ്യിദനാ ഇബ്രാഹിം ആ വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കണ ആളോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ദഖൽതുഹ, ഞാൻ ഈ വീട്ടിൽ കയറിയത് ബി ഇദ്നി റബ്ബിഹ, ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ പറഞ്ഞിട്ടാ കയറിയത്. തിരിയണ്ടാക്ക് തിരിഞ്ഞു. ആ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹുവാണ്, റബ്ബാണ് ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ എന്നെ ഇങ്ങോട്ട് കയറ്റാൻ, എന്നോട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇബ്രാഹിം നബി, അങ്ങയുടെ സമ്മതം എനിക്ക് വേണ്ട. അപ്പൊ ചോദിച്ചു, അങ്ങ് ആരാ? ഇങ്ങനത്തെ വർത്താനം പറയുന്ന അങ്ങ് ആരാ? വമൻ അൻത, അങ്ങ് ആരാ? ക്ഷണിക്കാതെ വീട്ടിലേക്ക് വന്ന, സമ്മതമില്ലാതെ വീട്ടിലേക്ക് കയറിയ ആ വിരുന്നുകാരൻ പറഞ്ഞു, അന മലക്കുൽ മൗത്ത് ഇസ്രായീൽ, ഞാൻ ഇസ്രായീലാ നബിയേ. അർസലനീ റബ്ബീ ഇലാ അബ്ദിൻ മിൻ ഇബാദിഹി, എന്നെ അല്ലാഹ് പറഞ്ഞയച്ചത് എന്തിനാണെന്നറിയുമോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയുണ്ട്, ആ അടിമയെ ചെന്ന് കാണണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ആ അടിമയുടെ അടുക്കലേക്ക് ഞാൻ ചൊല്ലുന്നത് ഉബശ്ശിറുഹു, ആ അടിമയോട് സന്തോഷ വാർത്ത പറയാനാ. എന്താണ് ആ അടിമയോട് എനിക്ക് പറയാനുള്ള സന്തോഷ വാർത്ത? അന്നല്ലാഹ ഖദ് ഇത്തഖദഹു ഖലീലാ, അള്ളാഹുവിന്റെ ആ ഇഷ്ടദാസനെ റബ്ബ് അവന്റെ ഖലീലായി പ്രഖ്യാപിച്ചു എന്നത് സന്തോഷം പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ്. ആ വരവ് വന്നപ്പോ ഞാൻ ഇവിടെ വന്നതാണെന്ന് സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാം പറയാ. ആളെ പറഞ്ഞിട്ടില്ല, ആരെയാണ് അള്ളാന്റെ ഖലീലാക്കണത് എന്ന് പേര് പറഞ്ഞില്ല. ഒരു അടിമ എന്ന് ആ ഖലീൽ പദവി അലങ്കരിക്കേണ്ട മഹാനെ ആദരിച്ചുകൊണ്ട് അള്ളാന്റെ അടിമ ഇസ്രായീൽ പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ നിഷ്കളങ്കത ചോദിച്ചു, മൻ ഹുവ, ആരാണ് ഇസ്രായേൽ? റബ്ബിന്റെ ഖലീൽ പദവിയിലേക്ക് പോവാൻ വേണ്ടി റബ്ബ് തീരുമാനിച്ച് നിന്നെ പറഞ്ഞയച്ച, ആ വിവരം പറയാൻ പറഞ്ഞയച്ച ആ അടിമ ആരാ? ഫവല്ലാഹ്, അള്ളാനെ തന്നെയാണ് സത്യം. ഇൻ അഖ്ബർതനി ബിഹി, അദ്ദേഹം ആരാണെന്ന് ഇസ്രായേലെ നീ എന്നോട് പറഞ്ഞാൽ, സുമ്മകാന ബി അഖ്സൽ ബിലാദ്, ഈ രാജ്യത്തിന്റെ ഏത് അറ്റത്താണ് അദ്ദേഹം താമസിക്കുന്നത് എങ്കിൽ പോലും ലആതിയന്നഹു, ഞാൻ അദ്ദേഹത്തെ തേടി നടക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ ഒരു വീട് വെച്ചിട്ട് അയൽവാസിയായ അദ്ദേഹത്തോടൊപ്പം കൂടാൻ വേണ്ടി ഞാൻ അവിടെ കഴിയും. അങ്ങനൊരു മഹാനായ ഖലീൽ പദവി കിട്ടിയ അള്ളാന്റെ അടിമ ഈ ദുനിയാവിൽ എവിടെയാ ഉള്ളത്? എനിക്ക് പോണം. എന്റെ മരണം വരെ ആ മഹാന്റെ അയൽവാസിയായി കഴിയണം എനിക്ക്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒന്ന് പറയാം ഇസ്രായേൽ എന്ന് സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാം. താനാണെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. വിനയം. അപ്പൊ ഇസ്രായേൽ പറഞ്ഞു, ദാലിക്കൽ അബ്ദു അൻത, നബിയേ, അല്ലാഹുവിന്റെ അടിമ അങ്ങാ, അല്ലാഹുവിന്റെ അടിമ അങ്ങാണ് നബിയേ. അപ്പൊ ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, ഖാല അന, ഞാനോ ഖാല നഅം, അതെ അങ്ങ് തന്നെ. അള്ളാന്റെ ഖലീൽ, അള്ളാന്റെ കൂട്ടുകാരൻ, അള്ളാന്റെ ഹബീബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പദവിയാണ് അള്ളാന്റെ ഖലീല്, പിന്നെ അടുത്ത പദവിയാണ് അള്ളാന്റെ കലീമ്.
ഞാനോ അതിന് ഞാൻ യോഗ്യനോ? എന്തിന്റെ പേരിലാ റബ്ബ് എന്നെ തെരഞ്ഞെടുത്തത്? ഖാല ഇസ്രായീൽ പറഞ്ഞു ഫീമത്തഖദനി അല്ലാഹു ഖലീല ഖാല ഇന്നക തുഅ്തിന്നാസ് വലാ തസ്അലുഹും. അങ്ങയുടെ ഒരു സ്വഭാവം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ നബിയെ. ഏത് സ്വഭാവം എന്നറിയോ? അങ്ങ് കൊടുക്കുള്ളൂ, ആരോടും ചോദിച്ചു പോവാറില്ല. അങ്ങ് ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ, ആരോടും ഒന്നും ചോദിച്ചു പോവാറില്ല. സയ്യിദുനാ ഇബ്രാഹിം ഒരാളോടും ഒന്നും ചോദിക്കൂല. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ അറ്റ്മോസ്ഫിയറിലൂടെ പറന്നു പോകുന്ന ഇബ്രാഹിം നബിയെ നോക്കിയിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വിശാല വിസ്തൃതമായ എന്റെ ചിറക് വെച്ചുകൊണ്ട് ഞാനൊന്ന് ആഞ്ഞു വീശിയാൽ നമ്രൂദിന്റെ തീക്കുണ്ടാരം അണഞ്ഞു പോകും. ഞാൻ അങ്ങയെ സഹായിക്കണോ? എന്റെ ആവശ്യം അങ്ങേക്കുണ്ടോ എന്ന് സയ്യിദുനാ ജിബ്രീൽ. അപ്പൊ ഇബ്രാഹിം നബി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ ആവശ്യോ? ഫലാ, എനിക്ക് ആവശ്യമല്ല, നിന്നെ പൊയ്ക്കോ. എന്റെ റബ്ബ് ഇവിടെ കിടക്കണം എന്നാ തീരുമാനിച്ചു, അതിന് ഞാൻ വന്നു. നിന്റെ ആവശ്യമുള്ളൂ. ഒരാളോട് ഒന്നും ചോദിക്കൂല, ഒരാളോട് ഒന്നും ചോദിക്കൂല. അപ്പോഴാ മീക്കായിൽ വന്നിട്ട് ചോദിച്ചത്, മഴയാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അള്ളാഹു വലിയ കാറ്റും മഴയാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു മഴ അങ്ങ് പെയ്ച്ച ഈ കാണുന്ന തീക്കുണ്ടാരം അണഞ്ഞു പോകും. അത്രയും വലിയൊരു മഴ ഞാൻ ഇവിടെ പെയ്യിക്കട്ടെ. ഫമ്മായിലേക്കാ നിന്റെ ആവശ്യം? ഫലാ, പൊയ്ക്കോ. സയ്യിദുനാ ഇബ്രാഹിം, ആ മഹാന്റെ പേരാ ഇബ്രാഹിം, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ, അള്ളാന്റെ ഖലീല്. എന്നിട്ടും ആ മഹാൻ അള്ളാനെ പേടിച്ചതത്രേ. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഖീല കാനൽ ഖലീലു സ്വലാത്തുല്ലാഹി അലൈഹി വസലാമുഹു ഇദാ ദകറ ഖതീഅതഹു യഖ്ശാ അലൈഹി. അള്ളാന്റെ സൃഷ്ടിയല്ലേ ഞാനെങ്ങാനും വല്ല തെറ്റും ചെയ്തു പോവോ? തെറ്റ് ചെയ്യല്ലോ, തെറ്റെങ്ങാനും എനിക്ക് വല്ല സംഭവിക്കോ? പഠിച്ചോനെ, ഇങ്ങനെ അങ്ങോട്ട് ആലോചിക്കും. തെറ്റ് ചെയ്യല്ല, ഞാനെങ്ങാനും ഒരു തെറ്റിയണ മനുഷ്യനായി പോവോ? അങ്ങനെ അങ്ങോട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ അപ്പൊ ബോധം കിട്ടു വീഴും. സയ്യിദുനാ ഇബ്രാഹിം 1000 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട ദാർശനികനായ പണ്ഡിതൻ, 1000 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യായിൽ പറയുന്നു, ഇബ്രാഹിം ഇവിടെ ചിന്ത ഇതായിരുന്നു, ഞാനെങ്ങാനൊരു തെറ്റ് ചെയ്യോ അല്ല, ഞാനൊരു ഹറാമ് കാണോ അല്ല, അങ്ങനെ കണ്ടുപോവോ? ഞാൻ അങ്ങനെ ആലോചിച്ച അപ്പൊ ബോധം കെട്ടുപോകുമായിരുന്നു. ഇബ്രാഹിം നബിക്ക് അല്ലാഹു എന്ന വിചാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ ഗതി കൂടും, ഹൃദയസ്പന്ദനത്തിന്റെ നിരക്ക് കൂടും, എണ്ണം വർദ്ധിക്കും. ആ ഹൃദയസ്പന്ദനത്തെ ശരിക്കൊന്ന് കാതുകുറിപ്പിച്ചാൽ 1 മൈൽ അപ്പുറത്ത് നിന്ന് കേൾക്കാമായിരുന്നുവത്രേ. അത്രത്തോളം പടച്ചോൻ എന്ന വിചാരം വന്നാൽ നെഞ്ചിടിപ്പ് കൂടുമായിരുന്നു. മാത്രവുമല്ല, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, നബിയേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ അള്ളാനെ പേടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാന്റെ കൂട്ടുകാരനല്ലേ അങ്ങ്? ഹൽ റഅയ്തു ഖലീലൻ യഖാഫു ഖലീലാ. കൂട്ടുകാരൻ പേടിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ കാഴ്ച അങ്ങയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ കൂട്ടുകാരൻ അല്ലയല്ലേ? അള്ളാനെ പേടിക്കുന്ന, ഇതുപോലെ പേടിക്കുന്ന അള്ളാന്റെ ഒരു കൂട്ടുകാരനെ ലോകത്ത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് ചങ്ങാത്തം കൂടിയോടത്തും കൂട്ടുകാരനെ പേടിക്കുന്നത് ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ ജിബ്രീൽ. എന്താ ഇതിന്റെ രഹസ്യം? ഇബ്രാഹിം നബി പറഞ്ഞു, യാ ജിബ്രീൽ, ഇന്നി ഇദാ ദകർതു ഖതീഅതി നസീതുഹുല്ലതി. എന്റെ റബ്ബിനോടെങ്ങാനും ഞാൻ അവന് ഇഷ്ടമില്ലാത്തത് വല്ലതും ചെയ്യുമോ എന്നിങ്ങനെ ആലോചിച്ചാൽ അള്ളാഹുവിന്റെ ഖലീല് പദവിയുള്ളവനാണ് ഞാനെന്ന് മറന്നു പോകുമെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇവരൊക്കെയാണ്
ഇവരൊക്കെയാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് കൊടുത്തത്, ജീവിതം മുഴുവനും കൊടുത്തത്. പറഞ്ഞ തീരൂല. വലിയ മുതലാളി ഇബ്രാഹിം നബിയുടെ താക്കോൽ കൂട്ടങ്ങളെ ചുമന്നു കൊണ്ടുപോകാൻ കഴിയില്ല, അത്രയും വലിയ ഖജനാവിന്റെ ഉടമയായിരുന്നു. മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദാനം ചെയ്തു. ആ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്തു. അങ്ങനെ ജീവിച്ച മഹാൻ 200 വർഷം ജീവിച്ചു. വല്ലാത്തൊരു ജീവിതമായിരുന്നു സയ്യിദനാ ഇബ്രാഹിം. വല്ലാത്ത ഒരു ജീവിതമായിരുന്നു. കേട്ടോളൂ കേട്ടോളൂ, പരിശുദ്ധമായ ഖുർആൻ മഹാൻ എത്രയാ വർണ്ണിക്കുന്നത്. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. എല്ലാ സമുദായക്കാരും അവകാശം പറഞ്ഞു വന്നു. ജൂത സഹോദരന്മാർ പറഞ്ഞു ഞങ്ങളുടെ നേതാവാണ്, ക്രിസ്ത്യാനി പറഞ്ഞു ഞങ്ങളുടെ നേതാവാണ്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് മക്കാന ഇബ്രാഹിം യഹൂദിയം വലാ നസ്റാനിയ. ഒരു ജൂതനോ ക്രൈസ്തവനോ അവകാശപ്പെടാനുള്ളതില്ല അതില്. മഹാനവരുകൾ ഒരു നല്ല മുസ്ലിമായിരുന്നു. ഏത് കാലഘട്ടത്തിലും ഏത് സമുദായത്തിലും ഞങ്ങളുടേത് എന്ന് പറയാൻ അവർ മുന്നോട്ട് വന്നെങ്കിൽ അവരുടേതല്ല, അത് നമ്മുടെ ആണെന്ന് പറഞ്ഞു തന്നിട്ട് നമ്മളില്ല വഴിയിൽ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ ഒരു ഇബ്രാഹിമി ഇത്തിബാഇ തന്നെയാണ്. ഉദാഹരണം ഉളുഹിയ്യത്ത്, ശക്തമായ സുന്നത്തല്ലേ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്. മാ അമില ഇബ്നു ആദമ അമല യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹ് മിൻ ഹറാഖത്തിദ് ദം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലിയ പെരുന്നാളിന്റെ അന്ന് മൃഗബലി നടത്തുന്ന, ഉളുഹിയ്യത്ത് അറുക്കുന്ന അത്രയും അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു അമല് വേറെയില്ല. അത് ഇബ്രാഹിമി ഇഷ്ടമാണ്, അത് ഹബീബായ നബിയുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും ഒരു മാംസവിതരണമായ ഒരു കേവല അറിവ് അല്ലെങ്കിൽ ബലിയർപ്പണമല്ലത്. വിതരണം നടത്തപ്പെടുന്നതിന് സ്വതക്കയുടെ കൂലി ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ തയ്യാറാകുന്ന മനോഭാവത്തെയാണ് അള്ളാഹു ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത്. പ്രിയപ്പെട്ടതിനെ കൊടുക്കാൻ കാണിച്ച മനസ്സ്, അത് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കലായിരുന്നു. ആ മനുഷ്യൻ അള്ളാഹുവിന് കൊടുത്തു. ആ മനുഷ്യന് പ്രിയപ്പെട്ട എല്ലാത്തിനെയും. എന്തിനേറെ 100 വയസ്സിപ്പോ ആയി നിൽക്കാം. 86 അല്ലെങ്കിൽ 87 വയസ്സിലാ ഒരു കുഞ്ഞുണ്ടായത്. അവിടുന്ന് ഇപ്പൊ 100 വയസ്സെത്തിയപ്പോൾ കുഞ്ഞിന് 13 14 വയസ്സിലേക്ക് എത്തി. ആ കുഞ്ഞിനെ അറുക്കണമെന്ന തീരുമാനം അള്ളാഹു അറിയിച്ചു. അതിനും തയ്യാറാണ്. ഒരു അഭിപ്രായം അനുസരിച്ച് ഇബ്രാഹിം നബിക്ക് 93 വയസ്സ്. ആ സമയത്താണ് കുട്ടി ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഒരഭിപ്രായം അനുസരിച്ച് ഇബ്രാഹിം നബിക്ക് 87 വയസ്സ്, അപ്പോഴാണ് കുട്ടി ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇബ്രാഹിം നബിക്ക് 100 വയസ്സെന്നിരിക്കട്ടെ. 100 വയസ്സിലാണ് കുഞ്ഞിനെ അറുക്കാൻ പോകുന്നത്. 100 വയസ്സ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ശരാശരി ഒരു ശരീരത്തിൽ ഒരു പിതൃത്വത്തിന്റെ ഹോർമോണുകൾ ഒരു മകളോട് വാത്സല്യം തുളുമ്പുന്ന വിധത്തിലേക്ക് ശരീരത്തിൽ ഉണ്ടായി വരുന്ന ഒരു പ്രായം ഏകദേശം 20 വയസ്സ്. അങ്ങനെങ്കിൽ 20 വയസ്സിലെത്തിയ ഒരാൾക്കൊരു പിതാവിന്റെ വാത്സല്യം മനസ്സിൽ വരാം. 20 അല്ല, പിതാവിനെപ്പോൾ 40-ാമത്തെ വയസ്സ്. 40-ഉമല്ല, 3-ാം തലമുറയുടെ പിതാവെന്ന് പറയാൻ പറ്റും വിധം 60 അല്ല, 80 അല്ല, 5 തലമുറയോട് പ്രകടിപ്പിക്കാനുള്ള വാത്സല്യം കുമിഞ്ഞുകൂടിയ ഹൃദയത്തിന്റെ അകത്ത് നിന്നും ആ സ്നേഹത്തെ വെട്ടിമുറിച്ചിട്ട് പൊന്നുമോനെ അറുക്കണമെന്ന് പറഞ്ഞത് ആ മകന്റെ പ്രായം ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന പ്രായം. ഹലീം എന്ന സ്വഭാവ ഗുണ മകനുണ്ടായിരുന്നുവെന്ന് ഖുർആൻ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞത് ബിഗുലാമിൻ ഹലീം എന്നാണ്. സഹിഷ്ണുതശാലിയും അച്ചടക്കവും അപാരമായ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുമുള്ള മകനിൽ പ്രതീക്ഷകൾ മുട്ടിവിരിയുന്ന പ്രായം കണ്ടപ്പോ താലോലിക്കേണ്ടതിന് പകരം അറുത്ത് വെട്ടിമുറിക്കണമെന്ന് പറയുന്ന പ്രഖ്യാപനത്തെ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് നെഞ്ചേറ്റുന്നത് 5 തലമുറയ്ക്ക് കൊടുക്കാനുള്ള പിതൃവാത്സല്യത്തിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിച്ചു സയ്യിദനാ ഇബ്രാഹിം. അള്ളാഹുവിന്റെ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഗസാലിയുടെ മജാലിസുൽ അബ്റാർ പറയുന്നുണ്ട്, ലമ്മാ റആ ഇബ്രാഹീമു റുഇയത അവ്വലൻ, ആദ്യം സ്വപ്നം കണ്ടു. അന്നേരം മഹാനവറുകൾ ഇഖ്താറ മിഅതൻ മിനൽ ഗനമി മിൻ അസ്മനിഹാ, ഏറ്റവും തടിച്ചു കൊഴുത്ത 100ഓളം വരുന്ന ആടുകളെ അറുത്തു. ഫദബഹഹ, മഹാനവറുകൾ അറുത്തു. ആദ്യം സ്വപ്നം കണ്ടു മകനെ അറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ പരിഹാരമായിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ പഠിച്ചു. മഹാനവറുകൾക്ക് അറിയാം സ്വപ്ന വ്യാഖ്യാനം, എല്ലാ നബിമാർക്കും സ്വപ്ന വ്യാഖ്യാനം അറിയാം. പക്ഷേ സ്വപ്ന വ്യാഖ്യാനം എന്നതിൽ സ്പെഷ്യലായി അള്ളാഹു കൊടുത്തത് മഹാനായ യൂസുഫ് നബിക്കാണ്. അൽ മുഅ്ജിസത്തുൽ കുബ്ര, അത് മഹാനവറുകൾക്ക് മാത്രമുള്ള ഒരു പ്രധാന മുഅ്ജിസത്തായി സ്വപ്നത്തെ കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനത്തെ കൊടുത്തു. പക്ഷെ എല്ലാ നബിമാർക്കും സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കണ്ടെത്തി. കൃഷിയെല്ലാം മെച്ചപ്പെട്ടു, കച്ചവടമെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 100ഓളം വരുന്ന നല്ല മെഴുത്ത് കൊഴുത്ത ആടുകളെ അറുത്ത് ദാനം ചെയ്യാനായിരിക്കും ഈ സ്വപ്നം. മഹാനവറുകൾ സ്വപ്നം കണ്ടതനുസരിച്ച് മഹാനവറുകളുടെ ആട്ടിൻ പറ്റങ്ങളിൽ നിന്നും 100 എണ്ണത്തിന് അറുത്തു. മഹാനവറുകൾ അതിനെ വിതരണം നടത്തി. അതിന്റെ ഒരു ഭാഗം മിനാ താഴ്വരയിൽ കൂമ്പാരം കയറ്റി. ആകാശത്തിൽ നിന്നും തീ ഇറങ്ങി വന്നുകൊണ്ട് ഈ കൂമ്പാരം കയറ്റിയ മാംസത്തെ സ്പർശിക്കുമ്പോൾ ആ സ്വപ്നം സാക്ഷാത്കാരമായി, ഖുർബാൻ കബൂലായി എന്ന അന്ന് ഉണ്ടായിരുന്ന ആ രീതി അവിടെ കാണപ്പെട്ടു. ആകാശത്തു നിന്ന് തീ വന്നു, ഈ ഇറച്ചിയിൽ സ്പർശിതമായി. അപ്പൊ സ്വപ്നം കണ്ടത് പൂർത്തിയായി, താൻ ചെയ്തു തീർത്തത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫലിച്ചു എന്ന രീതിയിൽ ആശ്വസിച്ചിരിക്കുമ്പോ രണ്ടാമത് കണ്ടു. അപ്പൊ മഹാനവറുകൾ തീരുമാനിച്ചു, ആടായത് കൊണ്ടാണ് ഇത് പൂർണ്ണമാവാത്തത്, അത് ഒട്ടകമാണെങ്കിൽ ശരിയാകും. ഒട്ടകം ഉള്ളതിനോടുകൂടെയാണല്ലോ ആടിനെ കൊടുത്തത്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടം വലുതാ, അതുകൊണ്ട് ഒട്ടകത്തെ അറുത്തു. 100 എണ്ണത്തെ വിതരണം നടത്തി. മിനാ താഴ്വരയിലേക്ക് ആകാശത്തിൽ നിന്നും തീ ഇറങ്ങി വരുന്ന രീതി അന്നും കണ്ടു. ഖുർബാൻ കബൂലാവണമെങ്കിൽ ആ തീ ഈ മാംസത്തിൽ സ്പർശിതമാവണം. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതങ്ങനെ വന്നു, തീ സ്പർശിതമായി. ആശ്വസിച്ചു, പടച്ചവനെ ഏതായാലും ശരിയായി. ഒട്ടകത്തെ അറുത്തപ്പോൾ തീ വന്നിട്ടുണ്ട്, അത് കബൂലായി. പിന്നെയാണ് 3-ാം വട്ടം മഹാനവറുകൾക്ക് അല്ലാഹു സ്വപ്നം കാണിച്ചു. കാന്ന ഖായിലൻ യഖൂൽ, ഒരാൾ വന്ന് പറയുന്ന പോലെ, ഇന്നല്ലാഹ യഅ്മുറുക അൻ തദ്ബഹ വലദക ഇസ്മാഈല, ഇസ്മാഈൽ എന്ന മോനെ അറുക്കണം, അങ്ങയുടെ കൈകൊണ്ടറുക്കണം എന്ന് ഒരാൾ വന്ന് നിന്ന് പറയുന്ന വാചകങ്ങളാ പിന്നെ സ്വപ്നം കണ്ടത്. ഫന്തബഹാ, ഉറക്കത്തിൽ നിന്നും ചാടി ഉണർന്നു. വല്ലമ്മബ്നഹു, മകനെങ്ങനെ ചേർത്ത് പിടിച്ചു. ഇലാ നഫ്സിഹി വബകാ ഹത്താ അസ്ബഹ, സുബ്ഹി വരെ നിർത്താതെ കരഞ്ഞ മഹാൻ സയ്യിദുനാ ഇബ്രാഹിം. മജാലിസുൽ അബ്റാറിൽ മഹാനായ ഇമാം ഗസാലി ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. വല്ലാത്ത ഒരു അവസ്ഥയാണത്, വല്ലാത്ത ഒരു പരീക്ഷണമാണത്. ഇബ്ലീസ് പിന്തിരിപ്പിച്ചു. മിനാ താഴ്വരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇബ്ലീസ് പിന്തിരിപ്പിച്ചിട്ടുണ്ട്, കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചിട്ടുണ്ട്. ഇന്നും ജംറയിൽ മഹാന്മാരായ ഹാജിമാര് കല്ലെറിയുന്നത്, പിശാചിനെ ഓടിക്കുന്നത് പ്രതീകാത്മകമായി ഇബ്രാഹിം നബി അനുകരിക്കലാ. അതൊരു അമല. ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്ലീസിനെ എറിഞ്ഞത് ലോകത്തെ കോടാനുകോടി വരുന്ന മുഅ്മിനീങ്ങളുടെ അമല. ചുരുക്കി പറയാം, മിനാ താഴ്വര വിറയ്ക്കുകയാ, ആകാശം അതാ കണ്ണുനീര് ചാലിക്കുകയാ. ഈ പ്രപഞ്ചത്തെ ഒരു കൂരിരുട്ട് വന്ന് പൊതിയും വിധം ദുഃഖസാന്ദ്രമായി നിൽക്കുന്ന നിമിഷങ്ങൾ സംജാതമാകാൻ പോവുകയാ. ഖലീലുല്ലാഹി തങ്ങളുടെ പർവ്വത സമാനമായ നിശ്ചയദാർഢ്യത്തിൽ നിന്നും പിന്തിരിക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധം, കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തിന് പോലും സ്വാധീനിക്കാൻ കഴിയാത്ത വിധം റബ്ബിന് വേണ്ടി സമർപ്പിച്ച മഹാനായ സയ്യിദുനാ ഇബ്രാഹിം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടത് മകനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടേ, നിന്നെ അറുക്കണമെന്ന് കൽപ്പനയുണ്ടേ. പക്വതയുള്ള മകന്റെ വർത്തമാനത്തിന്റെ ആലോചനയിലും ആ വാചകങ്ങളിലെ ആശയങ്ങളിലും ഒരു തീരുമാനത്തിൽ പിഴവില്ലാതിരിക്കാൻ ആലോചനയ്ക്ക് വേണ്ടി മകനെയും കൂട്ടുപിടിക്കുന്നു. ആ മകൻ എതിർക്കില്ല എന്ന് പിതാവിന് ഉറപ്പ് തന്നെയാ. കാരണം ആ പൊന്നുമോന് അത്രയും അള്ളാഹു ബോധ്യപ്പെട്ടതാ, ആ പൊന്നുമോന് അത്രയും അള്ളാഹുവിനെ അറിയാവുന്നതാ. റബ്ബ് കൽപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോ മകൻ പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുഅ്മർ, അല്ലാഹ് കൽപ്പിച്ചതെന്തോ അത് ചെയ്തോ വാപ്പാ. അള്ളാഹ് അറുക്കണമെന്നാ പറഞ്ഞെങ്കിൽ അറുത്തോ, അള്ളാഹ് അറുത്തിട്ട് വലിച്ചെറിയാനാ പറഞ്ഞെങ്കിൽ ചെയ്തോ, അള്ളാഹ് അറുത്തിട്ട് കരിച്ചു കളയാനാ പറഞ്ഞെങ്കിൽ ചെയ്തോ. എന്താണോ റബ്ബ് പറഞ്ഞത് അതൊക്കെ ചെയ്തോ. ഇതിലും വലിയ സമ്മതം ഞാൻ വേറെ ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്മതം കൊടുക്കലതാ. എല്ലാം ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. ചെയ്യാൻ തീരുമാനിച്ചു. മിനാ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോയി. മിനാ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോയി. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, മഹാനായ മകനും മഹാനായ പിതാവും കൂടി മിനാ താഴ്വാരത്തിൽ ചെന്നു. ഫലമ്മാ അസ്ലമാ, മകനെ അറുക്കാൻ വേണ്ടിയിട്ട് കിടത്താൻ തീരുമാനിച്ചു. വ്യാഖ്യാനങ്ങളിൽ കാണാം, ആ മകൻ വാപ്പാട് നേരെ പിന്നെ വർത്തമാനം പറയാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണേ. മകൻ വാപ്പയോട് പറയാണ്, അറുക്കാൻ പോകുന്നതിന് മുമ്പ് വാപ്പയോട് മകൻ പറയാണ്, പ്രിയപ്പെട്ട വാപ്പാ, യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഊസീക ബിഅശിയാ, എനിക്ക് കുറച്ച് വസിയത്തുകൾ പറയാനുണ്ട്. മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറയുന്ന വാചകങ്ങൾക്ക് ആ വസിയത്ത് എന്ന് പറയാ. എനിക്ക് കുറച്ച് വസിയത്ത് പറയാനുണ്ട്. ഒന്നാമത്തെ വസിയത്ത് കേട്ടോ, അന്തർബിത യദയ്യ കൈലാ തരിബ ഫൗദീക്, എന്റെ രണ്ട് കൈ കെട്ടണം വാപ്പാ, എന്റെ രണ്ട് കൈ കെട്ടണം വാപ്പാ. എന്തിനാ? അറുത്തു വരുമ്പോൾ വേദന എടുക്കുമ്പോ ഞാനെങ്ങാനും കൈകൊണ്ട് ആ കത്തി തട്ടൽ അപരാധമാ, അല്ലാഹ് പറഞ്ഞത് ചെയ്യുന്നതല്ലേ. ഒന്നാമത്തെ വസിയത്ത്, വാപ്പാ എന്റെ കൈ അങ്ങ് കെട്ടണേ വാപ്പാ. ഇങ്ങനെ വാപ്പ പറഞ്ഞതിനെ ഉൾക്കൊണ്ട് ഒരു മകൻ വേറെയില്ല. രണ്ടാമത് പറയട്ടെ, രണ്ടാമത്തെ വസിയത്ത്, എന്നെ മുഖം കമഴ്ത്തിയാ കിടത്തേണ്ടത്. എന്റെ മുഖം കണ്ടാൽ വാപ്പാക്കാറുക്കാൻ തോന്നൂല. റബ്ബിന്റെ കൽപ്പനയിൽ നിന്നും അങ്ങനെ എങ്ങാനും വാപ്പാ പിന്തിരിഞ്ഞു പോയാൽ അള്ളാന്റെ മാർഗത്തിൽ അറുക്കപ്പെട്ടവൻ എന്ന പദവി എനിക്ക് കിട്ടൂല വാപ്പാ. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണം, എന്റെ മുഖമങ്ങ് കാണണ്ട വാപ്പാ. മൂന്നാമത് എനിക്കൊരു വസിയത്തുണ്ട് വാപ്പാ, ഉഖുഫു അന്നീ സിയാബക, വാപ്പാ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റണേ വാപ്പാ, എന്റെ വസ്ത്രം അകലേക്ക് മാറ്റി വെക്കണേ വാപ്പാ. രക്തം മണ്ണിൽ വീഴണമെന്നാണല്ലോ അറവിന്റെ ലക്ഷ്യം. എന്നാൽ എന്റെ വസ്ത്രത്തിലെങ്ങാനും ഒരു തുള്ളി രക്തം പുരണ്ടാൽ അത് മണ്ണിൽ വീണിട്ടില്ലല്ലോ. മണ്ണിൽ വീണാൽ ആ കൂലിയുള്ളത്, ആ കൂലി എനിക്ക് കുറഞ്ഞു പോകും. വസ്ത്രത്തേലെങ്ങാനും ഒരു തുള്ളി വീണുപോയാൽ ഫയൻഖുസു അജ്രീ, ആ രക്തത്തിന്റെ കറ കൊണ്ട് എനിക്ക് കിട്ടേണ്ട കൂലി വസ്ത്രത്തിലായതിന്റെ പേരിൽ കുറഞ്ഞു പോയാൽ. മാത്രവുമല്ല, ഈ ഉടുപ്പുമായി വാപ്പ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഉമ്മ കാണുമല്ലോ മകന്റെ രക്തം, ഉമ്മ സങ്കടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്റെ ഉടുപ്പ് അഴിച്ചു വെക്കുവാപ്പാ. മൂന്നാമത്തെ വസിയത്തതാ. നാലാമത്തെ വസിയത്ത് വാപ്പാവ, അശിദ്ദ ശുഫ്രതക, അങ്ങ് കൊണ്ടുവന്ന കത്തിയുണ്ടല്ലോ അതിന്റെ മൂർച്ച കൂട്ടണേ വാപ്പാ. അത് വെച്ച് അറുക്കുമ്പോൾ വേഗം വേഗം മറുക്കണം വാപ്പാ. എന്തിനാലി യകൂന അഹ്വന, എനിക്ക് വേഗത്തിൽ മരണമാവാൻ വേണ്ടിയാ.
ഫഇന്നൽ മൗത ശദീദ്. ഒരു 13 വയസ്സുകാരന്റെ വർത്തമാനമായത് 100 വയസ്സുള്ള നുബുവത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അംബിയ കുലത്തിന്റെ പിതാവിനോട്, അള്ളാന്റെ ഖലീലിനോട് പറയുന്ന 13 വയസ്സുകാരന്റെ വർത്തമാനത്തിന്റെ ചടുലമായ പക്വതയാണിത്. വാപ്പാ, മരണത്തിന്റെ വേദന അസഹ്യമാ, അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കരുത്. കത്തി കഴുത്തിൽ വെച്ചാൽ വേഗത്തിൽ മുറിക്കണേ വാപ്പാ. 5ാമത് ഞാൻ പറയട്ടെ, ഉമ്മി, എന്നെ അറുത്തു എന്ന വാർത്ത പറയേണ്ടി വരും. കാരണം ഉമ്മ ചോദിച്ചാൽ പറയണോലോ, സത്യം മാത്രമല്ലേ പറയാൻ പറ്റൂ. ഉമ്മ ചോദിക്കുന്ന നേരത്ത് മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ, കറപുരളാത്ത ചെളിപുരളാത്ത എന്റെ ഉമ്മ എനിക്ക് കഴുകി ശരീരത്തിൽ ഇട്ടു തന്ന, ഇന്ന് രാവിലെ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എന്റെ ഉമ്മാന്റെ കൈത്തണ്ട് അമർന്ന ഈ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന വസ്ത്രം എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമായി ഏൽപ്പിക്കണം. തദ്കിറത്തല്ലഹാമിന്നി, എന്റെ ഉമ്മ എന്നെ ഓർക്കാൻ വേണ്ടി എന്തെങ്കിലും തേടി നടക്കുമ്പോൾ ആ കുഞ്ഞു ഉടുപ്പൊന്ന് കാണട്ടെ വാപ്പാ. ഉടുപ്പ് ഉമ്മാനെ ഏൽപ്പിക്കണം വാപ്പാ. 5ാമത്തെ വസിയത്തതാണ്. 6ാമത്തെ വസിയത്ത്, വസല്ലിം അലൈഹാ, ഇസ്മാഈൽ പറഞ്ഞ സലാം എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പറഞ്ഞു കേൾപ്പിക്കണം. ഇസ്മാഈൽ പറഞ്ഞ സലാം, അസ്സലാമു അലൈക യാ ഉമ്മീ, ഈ സലാം എന്റെ ഉമ്മാക്ക് പറഞ്ഞു കേൾപ്പിക്കണം വാപ്പാ. 7ാമത്തെ വസിയത്ത്, വഖുല്ലഹാ ഇസ്ബിരി അലാ അംരില്ലാഹ്, വാപ്പാ എന്റെ ഉമ്മാനോട് പറയണേ, അള്ള കൽപ്പിച്ചതിന്റെ പേരിലായി അറിവ് നടന്നിട്ടുള്ളത്. അള്ളാന്റെ കൽപ്പനയിൽ സങ്കടപ്പെടാതെ ക്ഷമ കൈക്കൊള്ളാൻ ഞാൻ പറഞ്ഞെന്ന് ഉമ്മാനോട് പറയണം വാപ്പാ. 8ാമത്തെ വസിയത്ത്, വലാ തുഖ്ബിർഹാ, ഉമ്മ കിള്ളിക്കിള്ളി ചോദിക്കും, ഉമ്മ കുത്തി കുത്തി ചോദിക്കും, എങ്ങനെയാ നമ്മുടെ മോനെ നിങ്ങൾ അറുത്തതെന്ന് ചോദിക്കും. വാപ്പാ, ഉമ്മാനോട് ഒരിക്കലും പറയല്ലേ, ഈ മിനാ താഴ്വരയിൽ എവിടെയാ എന്നെ അറുത്തതെന്ന് പറയല്ലേ, എന്നെ എങ്ങനെയാ കിടത്തിയതെന്ന് പറയല്ലേ, എന്നെ എങ്ങനെയാ കൈകാലുകൾ ബന്ധിച്ചതെന്ന് പറയല്ലേ വാപ്പാ. എന്റെ ഉമ്മയെങ്ങാനും അതറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ സങ്കടം താങ്ങാവതല്ല. അതുകൊണ്ട് എങ്ങനെ അറുത്തു എന്ന് ഒരിക്കലും ഉമ്മ എത്ര ചോദിച്ചാലും പറയല്ല വാപ്പാ. 9ാമത്തെ വസിയത്ത്, വലാ തുദ്ഖിലു സുബിയാന അലാ ഉമ്മി, എന്റെ സമപ്രായക്കാരായ കൂട്ടുകാർ എന്റെ ഉമ്മാന്റെ അടുത്ത് വരാതെ പരമാവധി നോക്കണേ. എന്റെ പ്രായത്തിലുള്ള മക്കൾ ഉമ്മാന്റെ അടുത്ത് വരുമ്പോൾ ഉമ്മ മറന്ന സങ്കടത്തെ പിന്നെയും പിന്നെയും ഓർത്തെടുത്തുകൊണ്ട് വിതുമ്പും. അതുകൊണ്ട് എന്റെ കൂട്ടുകാർ ഉമ്മാടെ മുന്നിൽ വരാതെ വാപ്പ തടയണേ. 10ാമത്തെ വസിയത്ത്, എന്റെ പ്രായക്കാരനായ ഏതെങ്കിലും കുട്ടിയെ, എന്നെ പോലെ രൂപസാദൃശ്യതയുള്ള ഏതെങ്കിലും മക്കളെ കണ്ടാൽ വാപ്പ അങ്ങോട്ട് നോക്കല്ല വാപ്പാ. എന്തിനാ? വാപ്പാക്കും സങ്കടമാവൂലേ? ഒരു മകനെ അറുക്കണമെന്ന എല്ലാ ധാർമ്മിക പ്രതിസന്ധിയുടെ മുന്നിലും ഈ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദം പറഞ്ഞ പർവ്വതത്തിന്റെ കടുപ്പമുള്ള പക്വതയുള്ള ഈ വാക്കുകളിൽ പതറാതെ ചിതറാതെ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം അറുക്കാൻ തീരുമാനിക്കുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ആടിനെയും കൊണ്ടുവരികയാണ്. സാന്ദർഭികമായി പറയട്ടെ, ആ ആട് ഏത് ആടാണെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഹാബീൽ റബ്ബിന് വേണ്ടി ഖുർബാൻ സമർപ്പിച്ച അന്ന് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയ ആടിനെയാണ് പിന്നീടതാ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ഇസ്മാഈലിന് പകരം അറുക്കാൻ അല്ലാഹു കൊടുത്തയക്കുന്ന ആട് എന്ന് കമാ ഖാല റസൂലുള്ളാഹി. ആടുമായി ജിബ്രീൽ വരികയാ. ജിബ്രീലിനേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെ നോട്ടം അങ്ങോട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം നോക്കിയപ്പോൾ യുആലിജു ബിസ്സിക്കീനി ഹൽഖ ഇസ്മാഈൽ, ഇസ്മാഈലിന്റെ ഹൽക്ക് മുറിക്കാൻ ഇബ്രാഹിം കത്തിയിൽ ബലം പ്രയോഗിക്കുന്നു. ആ കഴുത്ത് മുറിക്കാൻ
കത്തിയിൽ ബലം പ്രയോഗിച്ചു കൊണ്ടിരിക്കാം. ഇത് കണ്ട ജിബ്രീൽ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അത്ഭുതത്തോടുകൂടെ വിളിച്ചു പറയുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജിബ്രീൽ ഇത് പറയുമ്പോഴാ ഇബ്രാഹിം നബിക്ക് പരിസരബോധം അല്പം വന്നു. മഹാനവറുകൾ പറയാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇബ്രാഹിം ഇത് പറയുമ്പോൾ അലൈഹിസ്സലാം വഹയിന്റെ ആരവങ്ങളാ, മകനാറുക്കണ്ട, സ്വർഗത്തിന്റെ ആടിനാറുത്തുകൊണ്ട് അതിന് പരിഹാരം ചെയ്യാവുന്നതാ നബിയേ. അങ്ങനെ പറഞ്ഞേൽപ്പിക്കുകയാ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കുക എന്ന ദൗത്യത്തിൽ നിന്നും വിജയം കൈവരിച്ച് എഴുന്നേറ്റ് പോരുമ്പോൾ കമിഴ്ന്ന് കിടന്ന പൊന്നുമോൻ അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെയാണ് ആ തക്ബീർ രൂപം കൊണ്ടതെന്ന് അതുകൊണ്ട് ജീവിതത്തിൽ ത്യാഗം അനുകരിക്കാൻ ഒരു സൃഷ്ടിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെളിച്ചം സയ്യിദുനാ ഇബ്രാഹിം. ആ മാർഗത്തിൽ കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഉളുഹിയത്ത് കർമ്മത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും സാമ്പത്തികമായി കഴിയുന്നതനുസരിച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, അതിനുള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായി കഴിയുന്നവർ അത് ഒരിക്കലും പാഴാക്കാതെ ജീവിതത്തിന്റെ വലിയ കാവലായി അതിനെ കൊണ്ടു നടക്കാൻ ശ്രമിക്കണമെന്ന ഉപദേശം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹൃസ്വമായ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ച റബ്ബേ, ഞങ്ങൾ പാവങ്ങളാ, പാപികളാ. നിന്റെ ഖലീലിനെ കുറിച്ച് പറഞ്ഞ സദസ്സല്ലേ അല്ലാഹുവേ, മാനവകുലം കണ്ട രണ്ടാമത്തെ മഹാൻ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട് അവിടുത്തെ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോവാണ് തമ്പുരാനെ. അല്ലാഹുവേ, ആ ജീവിതത്തെ അനുകരിക്കാൻ, അനുധാവനം ചെയ്യാൻ, ആ ജീവിതത്തോട് ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഹജ്ജിനുള്ള ഭാഗ്യം നൽകണേ ഹജ്ജിനുള്ള ഭാഗ്യം നൽകണേ ഹജ്ജിന് കൊതിയുണ്ട് ഹജ്ജിനുള്ള ഭാഗ്യം ഇബ്രാഹിം നബിയോടുള്ള മഹബത്താൽ നീ നിറവേറ്റണേ അവിടുത്തെ വിളി കേട്ടവരിൽ ചേർക്കണേ ജബൽ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും 4000 കൊല്ലം മുന്നേ നിന്റെ ഖലീൽ ഉറക്ക വിളിച്ച ഹജ്ജിലേക്ക് ക്ഷണിച്ചു കൂട്ടിയതിൽ ചേരാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണേ അതിനുള്ള പുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ പടച്ച റബ്ബേ, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങൾ മറന്ന് നിന്റെ അടുക്കൽ രേഖയല്ലേ നീ പൊറുക്കണേ റഹ്മാനേ, നീ പൊറുക്കണേ നീ പൊറുക്കണേ കരുണ ചെയ്യണേ ജീവിതത്തിൽ ഇന്ന് വരെ നിന്നെ അനുസരിക്കാത്ത പാവങ്ങളാ, പാപികളാ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ഒരുക്കങ്ങളില്ലാത്ത നേരത്ത് റബ്ബേ ഇല അടർന്ന് വീഴുന്ന പോലെ പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥകൾ അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റഹ്മാനേ, കാക്കണേ ആഖിറത്തിലേക്ക് ഞങ്ങളൊന്നും സമ്പാദിച്ചിട്ടില്ല അല്ലാഹുവേ റബ്ബേ, അതിന് ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല അതിനിടയിൽ നീ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ തോറ്റുപോവില്ല ഒരുങ്ങണം തൊട്ടടുത്ത നിമിഷം മുതൽ ആ ചിന്ത ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണേ ഹറാമുകളിലേക്ക് ഞങ്ങൾ അടുപ്പിക്കല്ലേ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഈ ദിനരാത്രങ്ങളിലെ അമലുകൾ നിനക്ക് വലിയ ഇഷ്ടമാണെന്നല്ലേ നീ നിന്റെ ഹബീബിനോട് പറഞ്ഞത്. നിനക്കിഷ്ടമുള്ളത് കാണാൻ, നിനക്കിഷ്ടമുള്ളത് കേൾക്കാൻ, നിനക്കിഷ്ടമുള്ളത് ചൊല്ലാൻ, നിനക്കിഷ്ടമുള്ളത് ചെയ്യാൻ, നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ
തൗഫീഖ് നൽകുക അല്ലാ. ഈ വർഷത്തെ ഉദ്ഹിയ റബ്ബേ ഈ പ്രപഞ്ചത്തിന് കാവലാവണേ അല്ലാ. അല്ലാഹുവേ, കാലവർഷത്തിന്റെ കെടുതിയിൽ പകർച്ചവ്യാധികൾ പല വീടുകളിലുമുണ്ട്. പനിയും അസ്വസ്ഥതകളും ഉള്ളവരുണ്ട്. ശിഫാ നൽകണേ അല്ലാ. ദുആ വസിയത്തായി പറഞ്ഞേൽപ്പിച്ചവർ, ഇതിൽ കുറിച്ചു വച്ചവർ, അവരുടെ ആവശ്യങ്ങൾ റബ്ബേ എല്ലാം നിന്റെ അടുക്കൽ രേഖയല്ലേ, അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു, അവരുടെയും ഞങ്ങളുടെയും മൗതാക്കൾ, ഈ പള്ളിയുടെ ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവർ എല്ലാവർക്കും പരിപൂർണ മഗ്ഫിറത്ത് നൽകുക അല്ലാ. പ്രിയപ്പെട്ട അലിയാർക്കാക്ക് നീ മഗ്ഫിറത്ത് നൽകുക അല്ലാ. പ്രിയപ്പെട്ട ജബ്ബാർ സാഹിബിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ അടുത്ത ദിവസങ്ങളിലായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു. ഒരുപാട് മഹത്തുക്കൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു തമ്പുരാനെ, അവരോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെയും ചേർക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകുക അല്ലാ. വാഹനമോടിച്ച് കുടുംബം പുലർത്തുന്നവരുണ്ട് റബ്ബേ, നീ ഐശ്വര്യം നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, കൈത്തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്, കൃഷിയുള്ളവരുണ്ട്, ബറക്കത്ത് ഏറ്റണേ അല്ലാ. പൊന്നാര മക്കളെ റബ്ബേ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ലഹരി ഉപയോഗങ്ങളിൽ, പരസ്ത്രീ ബന്ധങ്ങളിൽ ഞങ്ങളോ മക്കളോ പെടല്ലേ അല്ലാ. കള്ളു കുടിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ റബ്ബേ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ കുടുംബക്കാരോ മോമിനീങ്ങളോ ആവല്ലേ അല്ലാ. വ്യഭിചാരത്തിന്റെ സാധ്യതകൾ കൂടുന്നോടത്ത് ഞങ്ങളെ ഒഴിച്ചു മാറ്റി നിർത്തണേ അല്ലാ. അല്ലാഹുവേ, നീ തന്നതിലൊക്കെ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന ഹലാല് കൊണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകുക അല്ലാ. നീ മുന്നിൽ വെച്ച ഹറാമുകളെ അവഗണിക്കാനും മുഖം തിരിക്കാനും അത് കണ്ട് വേദനിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കുക അല്ലാ. ഈ വർഷം ഹജ്ജിന് പോയവരുടെ ഹജ്ജ് കബൂലാക്കുക അല്ലാ. ഹാജിമാരുടെ ത്യാഗങ്ങളിൽ അവർക്ക് ക്ഷമ കൊടുക്കുക അല്ലാ. അവരുടെ ദുആക്ക് ഇജാബത്ത് നൽകുക അല്ലാ. ക്യാൻസറിന്റെ കൊടും തീവ്രമായ അവസ്ഥയിൽ എൻ്റെ നാട്ടിൽ നിന്ന് 2 പേര് ഹജ്ജിന് പോയി. 45 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്ന സഹോദരനും അത് അവഗണിച്ചുകൊണ്ട് ഹജ്ജിലാണ്. അവരിവിടെ നിന്ന് പോകുമ്പോൾ ഇനി വരണ്ടാന്ന് പറഞ്ഞു പോയ അവരുടെ ദുആ കേട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ ദുആയാ നീ കേൾക്കാ? അവരവിടെ വെച്ച് ദുആരക്കുമ്പോൾ, ലോക മൂമിനീങ്ങൾക്ക് ദുആരക്കുമ്പോ സാധുക്കളായ ഞങ്ങളെ അതിൽ പെടുത്തണം അല്ലാ. അല്ലാഹുവേ റബ്ബേ, ലോക മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്ത് അല്ലാ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്ത് അല്ലാ. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. ഞങ്ങളുടെ മഹല്ലിന്റെ പ്രവർത്തനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. ഞങ്ങളുടെ മഹല്ലിന്റെ പ്രവർത്തകരിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. മജ്ലിസുൻ നൂറിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ തന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലാ. നിന്നോട് ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാ. നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ. ഞങ്ങളുടെ ഖൽബിലുള്ളത് നിനക്കറിയാമല്ലോ. ഖൈർ അടിപ്പിക്കുക അല്ലാ, ശർറ് അകറ്റ് അല്ലാ. അല്ലാഹുവേ, മരുന്ന് ഫലിക്കാത്ത രോഗങ്ങൾ റബ്ബേ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കുക അല്ലാ. ബദ്രീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.